ജനറൽ പ്രൊവിഡന്റ് ഫണ്ടിൽ മാതാപിതാക്കളെ നോമിനിയാക്കിയത് ജീവനക്കാരൻ വിവാഹിതനാകുന്നതോടെ അസാധുവാകുമെന്ന് സുപ്രീം കോടതി. ഡിഫൻസ് അക്കൗണ്ട് വകുപ്പ് ജീവനക്കാരൻ മരിച്ചപ്പോൾ PF-ലെ തുക ഭാര്യയ്ക്കും അമ്മയ്ക്കും തുല്യമായി വീതിച്ചു നൽകാൻ ഉത്തരവിട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണിത്. 2000-ലാണ് ജീവനക്കാരൻ ജോലിക്ക് ചേർന്നത്. അന്ന് അമ്മയെയാണ് നോമിനിയാക്കിയത്. 2003-ൽ വിവാഹിതനായപ്പോൾ കേന്ദ്ര ജീവനക്കാർക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി എന്നിവയിൽ നിന്ന് അമ്മയുടെ പേര് മാറ്റി ഭാര്യയെ നോമിനിയാക്കിയിരുന്നു. എന്നാൽ PF-ലെ നോമിനിയെ മാറ്റിയിരുന്നില്ല. 2021-ൽ ജീവനക്കാരൻ മരിച്ചതിന് പിന്നാലെ തർക്കം ആരംഭിക്കുകയായിരുന്നു. അതേസമയം ഭാര്യയ്ക്കും അമ്മയ്ക്കും തുല്യമായി PF തുക നൽകാനാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിധിച്ചത്. ജീവനക്കാരൻ നോമിനിയെ മാറ്റിയില്ലെങ്കിലും വിവാഹം കഴിയുന്നതോടെ അത് അസാധുവാകുമെന്ന് വ്യക്തമാക്കിയാണ് സുപ്രീം കോടതിയുടെ നടപടി. എന്നാൽ അമ്മയുടെ പേര് നോമിനിയിൽ നിന്ന് മാറ്റിയിരുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ഭാര്യയ്ക്ക് PF നൽകാനാവില്ലെന്ന് ഉത്തരവിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.